അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട 5ാം ക്ലാസ്സിലെ കുട്ടികളെ, ലിസാനുൽ ഖുർആനിൻ്റെ 4 പാഠങ്ങളാണ് പരീക്ഷയ്ക്കുള്ളത്. ഈ 4 പാഠങ്ങളും നമ്മൾ ഓരോ വീഡിയോയിൽ ചെയ്ത് ഓരോ പാഠത്തിൻ്റെയും ഫുള്ളായി അർത്ഥം പറയുന്ന വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് ലിസാനുൽ ഖുർആൻ്റെ മോഡൽ ചോദ്യപേപ്പറും ഓരോ പാഠത്തിൻ്റെ ചോദ്യോത്തര ഭാഗങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരു മോഡൽ ചോദ്യപേപ്പറുണ്ട്. ഒന്നാമത്തെ ചോദ്യം, ഹാജറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റ പോയി. എങ്ങോട്ടാണ് ഹിജ്റ പോയത്? ഉത്തരം ഇവിടെ മേലുണ്ട്. അലി ബിൻ അബി ത്വാലിബ് ഇലൽ മദീന, അബൂ ത്വാലിബ് 40 ദീനാറ, ഫാത്തിമ സുഹ്റ റളിയല്ലാഹു അൻഹും. ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇവിടെ ഏതാ ഉത്തരം? ഇലൽ മദീന. മദീനയിലേക്കല്ല ഹിജ്റ പോയത്, അപ്പോൾ ഇലൽ മദീനയാണ് ശരിയായ ഉത്തരം, ഇലൽ മദീന. രണ്ടാമത്തെ ചോദ്യം, സയ്യിദത്തു നിസായി അഹ്ലിൽ ജന്ന, സ്വർഗീയ സ്ത്രീകളുടെ നേതാവ് ആരാണ്? ഫാത്തിമത്തു സുഹ്റ റളിയല്ലാഹു അൻഹ. അടുത്ത ചോദ്യം, അഅതത്തു ഉമ്മു അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു, അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ അഥവാ നമ്മളെ മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മ നൽകി, എന്ത് നൽകി? 40 ദീനാറൻ, 40 സ്വർണ്ണ നാണയം അല്ലേ, 40 ദീനാറ്. അടുത്ത്, അവ്വലുമൻ ആമന മിനൽ അത്ഫാൽ, കുട്ടികളിൽ നിന്ന് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ച ആളാരാണ്? 4. അവ്വലുമൻ ആമന മിനൽ അത്ഫാൽ, പിന്നെ കുട്ടികളിൽ നിന്ന് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ച ആരാണ്? അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. അഞ്ചാമത്തെ ചോദ്യം, അമ്മുൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവ്യൻ ആരാണ്? അബൂ ത്വാലിബ്. അപ്പോൾ അതായി. ഇനി നോക്കാം, അടുത്തെന്താണ്? നക്തുബുൽ ജംഅ ഇദാനാണ്. ഉളുവുൻ, ഉളുവുൻ എന്നുള്ളതിൻ്റെ ജംഅ എന്താണ്? അഅ്ളാഉൻ. അടുത്ത ലിസ്സുൻ, ലുസൂസുൻ. ദീനാറുൻ, ദനാനീറുൻ. ഖലീഫത്തുൻ, ഖുലഫാഉ. അടുത്ത നക്തുബുൽ ജവാബ, ഉത്തരം എഴുതാനാണ്. എന്താ ചോദ്യം? മൻ കാന റഈസ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ അൽ അവൽ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ്? ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ്. എന്നാൽ ആദ്യത്തെ സമസ്തൻ്റെ പ്രസിഡന്റ് ആരാണ്? അസ്സയ്യിദ് അബ്ദുറഹ്മാൻ ബാലവി റഹിമഹുല്ലാ. വരക്കൽ മുല്ലക്കോയ തങ്ങളെ പേരെന്താണ്? അസ്സയ്യിദ് അബ്ദുറഹ്മാൻ ബാലവി റഹിമഹുല്ലാ. അടുത്ത്, കം ഉളുവൻ ഫി മജ്ലിസിൽ മുഷാവറ ലി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, അതായത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് പണ്ഡിതന്മാരുടെ ഒരു കൂട്ടായ്മ ഉണ്ട്. ആ കൂട്ടായ്മയിൽ അതിന് മുഷാവറ എന്നാണ് പറയുക. ഈ മുഷാവറയിൽ എത്ര ആളുകളുണ്ട് എന്നാണ് ചോദിക്കുന്നത്. അതിൻ്റെ ഉത്തരം വളരെ സിമ്പിളാണ്, 40. എത്രയാണ്? 40. 40. അടുത്ത്, മൻ സയ്യിദാ ശബാബി അഹ്ലിൽ ജന്ന, സ്വർഗീയ യുവാക്കളുടെ 2 നേതാക്കന്മാർ ആരൊക്കെയാണ് എന്നാണ് ചോദിക്കുന്നത്. ഉത്തരം വളരെ സിമ്പിളാണ്, അൽ ഹസൻ വൽ ഹുസൈൻ റളിയല്ലാഹു അൻഹും. ഇതാ കണ്ടോ, വബിനാഹുമ അൽ ഹസൻ വൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ സയ്യിദാ ശബാബി അഹ്ലിൽ ജന്ന. അടുത്ത ചോദ്യം, റാബിഉൽ ഖുലഫാ ഉർ റാഷിദീൻ, ഖുലഫാ ഉർ റാഷിദീങ്ങളിൽ 4ാമത്തെ ആളാരാണ്? വളരെ സിമ്പിളാണ്, അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു. അടുത്ത ചോദ്യം, നക്തുബു സുആല, ചോദ്യം എഴുതാനാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് ഉത്തരമുണ്ട്. അപ്പോൾ എന്താണ് അവിടുത്തെ ചോദ്യം? അപ്പോൾ നമ്മൾ ആ ഇൻ്റർവ്യൂവിൻ്റെ പാഠത്തിൽ അത് പഠിക്കുന്നുണ്ട്. എന്താണ്? മാ ഹുവൽ ഇസ്മുൽ കാമിലു ലി സമസ്ത, സമസ്തയുടെ പരിപൂർണ നാമം എന്താണ്, പേരെന്താണ്? അപ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അടുത്തത്, ഫീ സനത്തി അൽഫിൻ വതിസ്ഉമിഅത്തിൻ വസിത്തിൻ വഇശ്രീന മീലാദിയ, 1926 എന്നാണ് ഉത്തരം. അപ്പോൾ എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? എപ്പോഴാണ് സമസ്ത ഉണ്ടാക്കിയത് എന്നായിരിക്കും. 1926 എന്നല്ല ഉത്തരം പറയുന്നത്. അപ്പോൾ എന്താ? മതാ ഉസ്സിസത് ജംഇയ്യത്തു സമസ്ത, മതാ ഉസ്സിസത് ജംഇയ്യത്തു സമസ്ത. അടുത്ത ചോദ്യം,
നുതർജിമു അതെന്ത് ചെയ്യാനാണ്, മലയാളത്തിൽ അർത്ഥം ഇതാണ്. അൽ ബുസ്താനു ജമീലുൻ. എന്താണ് അൽ ബുസ്താനു ജമീൽ എന്ന് പറഞ്ഞാൽ പൂന്തോട്ടം ഭംഗിയുള്ളതാണ്. അൽ കിതാബു ജദീദുൻ, എന്താണ് പുസ്തകം പുതിയതാണ്. ഉക്തുബുൽ മാന, മാന ഇതാണ്. ജംഇയ്യ, എന്താ ജംഇയ്യ എന്ന് പറഞ്ഞാൽ സംഘടന. ജായിസ സമ്മാനം. റയീസ് പ്രസിഡന്റ്. അമ്മ് പിതൃവ്യൻ. അടുത്ത് നോക്കുക, നുമയ്യിസുൽ ജുംലത്തുൽ ഇസ്മിയ വൽ ജുംലത്തുൽ ഫഅലിയ. ഇസ്മിയായ ജുംലയും ഫെയിലിയായ ജുംലയും വേർതിരിക്കാനാണ്. ഇസ്മിയായ ജുംല എന്ന് പറയുമ്പോൾ അതിൻ്റെ തുടക്കത്തിൽ ഇസ്മ ഉണ്ടാവുക. എന്താ ഇസ്മ പറഞ്ഞാൽ ഒരു പേര്. അപ്പോൾ ഏതെങ്കിലും സാധനത്തിൻ്റെ പേരോ ആളെ പേരോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു വസ്തുവിൻ്റെ പേരൊക്കെ ആയിരിക്കും തുടക്കത്തിൽ ഉണ്ടാവുക. അപ്പോൾ അതാണ് ഇസ്മിയായ ജുംലേൻ്റെ പ്രത്യേകത. ഇനി ഫെയിലിയായ ജുംല എന്ന് പറഞ്ഞാൽ അതിൻ്റെ തുടക്കത്തിൽ എന്തായിരിക്കും, ഫിയലായിരിക്കും. ഫിയൽ പറഞ്ഞാൽ എന്താ, പ്രവൃത്തി. അപ്പോൾ ഈ ഫിയലാണ് എന്ന് എങ്ങനെ മനസ്സിലാക്കുക നോക്കുക. ഇവിടെ ആദ്യത്തെ അക്ഷരം എന്താ, ആദ്യത്തെ വാക്കെന്താ, നവറ. ഇവിടെ നിങ്ങൾ നോക്ക് 3 അക്ഷരത്തിനും ഫതഹാണ്, കണ്ടോ. അപ്പോൾ ഇത് ഫെയിലാണെന്ന് മനസ്സിലാക്കുക. അതായത് 3 അക്ഷരത്തിന് ഒരേപോലെ ഫതഹ് വന്നു കഴിഞ്ഞാൽ അത് ഫെയിലായിരിക്കും. അപ്പോൾ അത് ഫെയിലിയായ ജുംല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഫസ്റ്റ് വാക്ക് ഏതാണോ അത് മാത്രം നോക്കിയാൽ മതി, ബാക്കിയൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇസ്മിയായ ജുംലയാണോ ഫെയിലിയായ ജുംലയാണോ തീരുമാനിക്കാൻ ഫസ്റ്റത്തെ വാക്ക് ഇതേപോലെ 3 അക്ഷരത്തിനും ഫതഹ് വരുന്ന ഫഅല ഫഅല ഫഅലു ആ രൂപത്തിലൊക്കെ, അല്ലെങ്കിൽ മുളാരിയായ ഫീലാണെങ്കിൽ യഫ് അലു, അപ്പോൾ തുടക്കത്തിൽ യാ ഉണ്ടാവും അല്ലെങ്കിൽ താ ഉണ്ടാവും. എന്നിട്ട് പിന്നെ ആ ഒരു ഫോർമാറ്റ് ആയിരിക്കും താഫ് ആലു അല്ലെങ്കിൽ യഫ് ആലു, അതായിരിക്കും മുളാരിയായ ഫീലിൻ്റെ ഫോർമാറ്റ്. അപ്പോൾ അത് ഫെയിലിയായ ജുംലയെന്ന് മനസ്സിലാക്കാം. എന്നാൽ തുടക്കത്തിൽ ഒരാളെ പേരോ അല്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെ പേരോ സാധനത്തിൻ്റെ പേരൊക്കെ ആണെങ്കിൽ എന്താവും, ഇസ്മിയ ജുംല. നിങ്ങൾ പറയും നദറൽ ഔലാദു ഇല സബൂറത്തി, പറയും ഇസ്മിയോ ഫീലിയോ, ഫീലിയാണ് അല്ലേ. അടുത്ത് ഖറജ, കണ്ട ഖറജ കണ്ടോ, അപ്പോൾ ഏതാണ്, ഫീലിയാണ്. അടുത്ത് സാഫറ, കണ്ടില്ലേ, ഇവിടെയും ഫീലിയാണ്. എങ്ങനെ മനസ്സിലായത്, മറ്റടുത്ത് 3 ഫതഹാണ്, ഇവിടെ അൽഫ് വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ, എന്നാലും ഫതഹനല്ലേ, കണ്ടോ. സാഫറ അതും എന്താണ്, ഫീലിയാണ്. അടുത്ത് ഉമ്മുഹു പറഞ്ഞാൽ ഉമ്മ എന്നല്ലേ, അപ്പോൾ എന്താണ്, ഉമ്മാൻ്റെ പേരല്ലേ, ഉമ്മ നമ്മൾ പറയില്ലേ, അപ്പോൾ അതൊരു പേരാണ്. അപ്പോൾ ഉമ്മുഹു ഫാത്തിമ, അത് ഇസ്മിയാണ്. സൗജത്തുഹു ഫാത്തിമത്തു സഹ്റാ, സൗജത്ത് പറഞ്ഞാൽ എന്താ, ഭാര്യ. അത് എങ്ങനെ മനസ്സിലാക്കാം, ഇവിടെ നോക്കൂ, നളറ ഖറജ പോലെയാണ് സൗജത്തുഹു എന്നുള്ളത് അല്ല, അപ്പം തന്നെ മനസ്സിലാക്കാം എന്താണ്, ഇസ്മിയാണ്, ഫീലല്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ ലിസാൻ്റെ ചോദ്യപേപ്പർ. ഇനി നമ്മൾ ഓരോ പാഠത്തിൻ്റെയും എന്താണ് ചോദ്യോത്തര ഭാഗങ്ങൾ നോക്കാൻ പോവുകയാണ്. കാരണം എന്താ അറിയോ, നമുക്കിപ്പോൾ ഇത് പുതിയ പുസ്തകമാണ്. പുതിയ പുസ്തകത്തിന് നമുക്ക് മോഡൽ ചോദ്യപേപ്പർ നമ്മുടെ മുമ്പിലില്ല. ഇനി നമ്മുടെ മുമ്പിലുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ, എന്താണ്, കഴിഞ്ഞ വർഷങ്ങളിൽ പിന്നെ 4ാം ക്ലാസ്സിലും അതുപോലെ 3ാം ക്ലാസ്സിലും ഒക്കെ പ്രധാനമായിട്ട് കാണുന്നത് എന്താണ്, ഈ ചോദ്യങ്ങൾ അഥവാ ചോദ്യോത്തര ഭാഗത്തുള്ള ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് അധികവും വരുന്നത് പുതിയ പുസ്തകത്തിന്. അതുകൊണ്ട് ചോദ്യോത്തര ഭാഗത്ത് വരുന്ന ഭാഗങ്ങൾ നമ്മൾ നമ്മൾ 1ാം പാഠത്തിൻ്റെ ചോദ്യോത്തരം നോക്കാൻ പോവാണ്. എന്താണ് ഇവിടെ ഫിഅലി ഇസ്മ് ഹർഫ്, ഇതിനെ വേർതിരിക്കാനാണ്. ഹർഫ് പറഞ്ഞാൽ ഒരക്ഷരം അല്ലെങ്കിൽ 2 അക്ഷരം ഉണ്ടാവുള്ളൂ. അത് ആദ്യം ഞാൻ പറഞ്ഞുതരാം. ഹർഫ് പറഞ്ഞാൽ ഒരക്ഷരം അല്ലെങ്കിൽ 2 അക്ഷരം ഉണ്ടാവുള്ളൂ. പിന്നെ ഫിഅൽ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 3 അക്ഷരത്തിനും ഫതഹ് വരുന്ന രൂപത്തിലോ അല്ലെങ്കിൽ നമ്മളെ മുദാരി എഫ് അലു പോലെയൊക്കെ ആയിരിക്കും. പിന്നെ ഇസ്മ പറഞ്ഞാൽ ആളുകളെ പേരായിരിക്കും. ഇനി നിങ്ങൾ പറയാം, ഫി എന്ന് പറഞ്ഞാൽ ഒരക്ഷരമല്ലേ, 2 അക്ഷരം കൂട്ടിയതല്ലേ, അപ്പോൾ മനസ്സിലാക്കുക ഇതെവിടേക്ക് പോകേണ്ടതാണ്, ഹർഫ് കുളത്തേക്ക് പോകേണ്ടതാണ്. യൗമ് പറഞ്ഞാൽ എന്താണ്, ദിവസം. അപ്പോൾ ഇത് നമ്മൾ ഏതുപോലെയല്ല, ഫഅല അതേപോലെ കാതബ യക്തുബു അതേപോലെയാണോ, അല്ല, യൗമ് എന്നാണ്. യൗമ് ഫോർമാറ്റ് മാറ്റണ്ടല്ലോ, അപ്പോൾ എന്താണ്, ഇസ്മാണ്. ഉത്ലത്ത് അതും ഫോർമാറ്റ് മാറ്റണ്ടല്ലോ, എന്താണ്, ഇസ്മാണ്. ഖറജ കണ്ടോ, ഖറജ 3 ഫതഹല്ലേ, ഫീലാണ്, ധൈര്യമായിട്ട് ഫീലാണ്. ഹാമിദ് ഒരാളെ പേരല്ലേ, ഹാമിദ് ഇസ്മാണ്. മഅ എന്താണ്, ഇസ്മാണ്. സ്വദീഖ് പറഞ്ഞാൽ കൂട്ടുകാരൻ, ഇസ്മാണ്. പിന്നെ ഇല കണ്ടോ, ഇല എന്താണ്, ഹർഫാണ്. ഹദീഖത്ത് പറഞ്ഞാൽ തോട്ടം, ഇസ്മാണ്. റഅ കണ്ടോ, റഅ നിങ്ങൾ പറയും ഇസ്മാണോ ഫീലാണോ ഹർഫാണോ, ഹർഫ് എന്തായാലും അല്ല അല്ലേ. എന്നാൽ പിന്നെ ഇസ്മാണോ ഫീലാണോ എങ്ങനെ തീരുമാനിക്കും, നോക്ക് നിങ്ങൾ. റഅ 2 ഫതഹ് വന്നു, 3ാമത്തേനും ഫതഹാണ്. പിന്നെ സൗകര്യത്തിന് റഅ എന്ന് വായിക്കുകയാണ്, റഅയ എന്നുണ്ടാവുക. അപ്പോൾ ഏതാണ്, ഫിഅലാണ്. മനസ്സിലായോ. അടുത്ത
ഫി എന്ന് പറയുമ്പോൾ ഹർഫാണ്. ഹദീഖത്ത് ഇവിടെ കണ്ടു, അത് തന്നെയാണ് ഇവിടെ ഹദീഖത്ത്. അപ്പോൾ ഇസ്മാണ്. അസ്ഹാർ, അസ്ഹാറൻ. എന്താ തോന്നണേ? ഇസ്മാണോ ഫീലാണോ തോന്നണേ? അർത്ഥം അറിയില്ലെങ്കിൽ നമുക്ക് ഒരു ജസ്റ്റ് ഒരു ഐഡിയ വേണം. അത് ഇസ്മാണോ ഫീലാണോ? ഇസ്മാണ്. അടുത്ത ജമീലത്തുൻ, എന്താണ്? ഇസ്മാണ്. കാല, കാല ഹർഫാണോ? ഹർഫല്ല. ഹർഫാണെങ്കിൽ 2 അക്ഷരം ഉണ്ടാവുള്ളൂ. ഇത് 3 അക്ഷരം ഉണ്ട്. കാല, കാ അലിഫ് പിന്നെ ലാമ്. അപ്പോൾ പിന്നെ ഇതെന്താണ്? 2 ഫത്ത് കണ്ടു ഇവിടെ. 2 ഫത്ത് ഉള്ളിലെ അക്ഷരത്തിന് ഫത്ത് ഉണ്ടാവും. അതായത് ആ അലിഫിൻ്റെ സ്ഥാനത്ത് വാവായിരുന്നു, അതിനും ഫത്ത് ഉണ്ടാവും. അപ്പോൾ കാല ഫിയലാണ്. ലി എന്താണ്? ഹർഫാണ്. സ്വദീഖ് എന്താണ്? സ്വദീഖ് കൂട്ടുകാരെ നമ്മൾ പറഞ്ഞ ഇസ്മാണ്. ഹാദ ഇസ്മ്. മന്ദറുൻ, മന്ദറുൻ ഇസ്മ്. ജമീലുൻ ഇസ്മ്. ഓക്കെ, അടുത്ത് നോക്കാം. നുക്കമിനുൽ ജുംലത ബി വദഇ കലിമത്തി മുനാസിബത്തി മിമ്മാ ബൈനൽ ഖൗസൈൻ. ഇവിടെ അൽ ഖാദിമു അൽ ബാബ, ഖറഅത്ത് അൽ ഖുർആന, ദഹബൽ ഔലാദു അൽ മെയ്ദാൻ, ഫാത്തിമ ഇലാ ഫതഹ എന്നുണ്ട് അല്ലേ. പിന്നെ ഒരു ഇസ്മുണ്ട്, ഒരു ഹർഫുണ്ട്, ഒരു ഫീലുണ്ട്. ഇത് എവിടേക്കൊക്കെ ചേർത്ത് കൊടുക്കണം നമ്മൾ നോക്കേണ്ടത്. ബാബ് പറഞ്ഞ എന്താ? ബാബ് പറഞ്ഞ വാതിലാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ബാബ് പറഞ്ഞ വാതിലാണ്. വാതിൽ എന്തായി? തുറന്നു എന്നായിരിക്കും. അപ്പോൾ തുറന്നു എന്നുള്ളത് ഇതിലേതാ ഫിയല് നോക്കിയാൽ മതി. ഫിയല് എങ്ങനെ ഫീലാണ് മനസ്സിലാകുക? 3 അക്ഷരത്തിന് ഒരേപോലെ ഫതഹ് വരുന്നുണ്ടോ നോക്കുക. അപ്പോൾ ഇതിൽ 3 അക്ഷരത്തിന് ഒരേപോലെ ഫതഹ് വരുന്നത് ഏതാ? ഫതഹ. അപ്പോൾ ഇതാണ് ഇങ്ങോട്ട് കൊടുക്കേണ്ടത്. മനസ്സിലായോ? ഫതഹൽ ഖാദിമു അൽ ബാബ. ഇനി ഖറഅത്ത് അൽ ഖുർആന, ഇവിടെ താഴുണ്ടല്ലോ. അപ്പോൾ ഇവിടെ താഴുള്ള ഏതാ നോക്കുക. ഇവിടെ താഴുണ്ട്. അപ്പോൾ ഇത് പെണ്ണിനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ താഴുള്ള ഫാത്തിമ. അപ്പോൾ ഫാത്തിമാനെ അങ്ങോട്ട് എഴുതാം. അടുത്ത് ദഹബൽ ഔലാദു. ഇനി ബാക്കി ഒന്നേ ഉള്ളൂ, ഇലൽ മൈദാൻ. അടുത്തത് നമുക്ക് 5ാം ക്ലാസ്സിൽ പ്രതീക്ഷിക്കേണ്ട ഒരു ചോദ്യമാണ്. അർത്ഥം എഴുതാൻ വരാൻ സാധ്യത കൂടുതലാണ്. കാരണം അർത്ഥം ഇവിടെ പ്രത്യേകം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് അർത്ഥം? ദഅ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദുആ ചെയ്തു അല്ലെങ്കിൽ ക്ഷണിച്ചു. ഇവിടെ നമ്മൾ ക്ഷണിച്ചു എന്ന് അർത്ഥം എഴുതേണ്ടത്. ഇവിടെ അർത്ഥം കൊടുത്തിട്ടുണ്ട് ക്ഷണിച്ചു എന്നാണ്. അപ്പോൾ ദഅ എന്ന് പറഞ്ഞാൽ ക്ഷണിച്ചു. അടുത്ത ഖളിബ എന്ന് പറഞ്ഞാൽ എന്താ? ദേഷ്യം പിടിച്ചു. ബന, ബന നിർമ്മിച്ചു. ഇഷ്തഹറ പ്രസിദ്ധമായി. ഇനി നോക്കുക, ഇതൊന്നും പരീക്ഷയ്ക്ക് വരില്ലെങ്കിൽ നമ്മൾ നോട്ട് ചെയ്താൽ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയല്ല. അല്ലമൽ ഖുർആൻ, ഇതിലൂടെ ഫീലോടെ അല്ലമ, കണ്ടോ? അല്ലമ അപ്പോൾ ഫീലാണ്. ഖലഖ ഫീലാണ്. കണ്ടോ? 2 ഫീൽ കിട്ടിയില്ലേ? അടുത്തത് കോപ്പി ചെയ്ത് അടുത്ത് നോക്കുക. ഈ അർത്ഥങ്ങൾ പഠിക്കുക. ദഅ ക്ഷണിച്ചു, ദഅ ക്ഷണിച്ചു, ദഅ ക്ഷണിച്ചു, അങ്ങനെ ചെല്ലുക. ആദ ദ്രോഹിച്ചു, ആദ ദ്രോഹിച്ചു, ആദ ദ്രോഹിച്ചു. ഇസ്തഖ്ബല സ്വീകരിച്ചു, ഇസ്തഖ്ബല സ്വീകരിച്ചു. അൻഷദ ആലപിച്ചു, ബന നിർമ്മിച്ചു. ഇസ്തഹറ പ്രസിദ്ധമായി, ആശ ജീവിച്ചു. ചൂ 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 അല്ലേ? എത്ര ചൂ ഉണ്ട്? ഇത് ഫുള്ള് ചൂ ആണ്. പിന്നെ ഇവിടെ 2 ചൂ ആണ്, ഇവിടെ ചൂ ആണ് അല്ലേ? ക്ഷണിച്ചു, ദ്രോഹിച്ചു, സ്വീകരിച്ചു, ആലപിച്ചു, നിർമ്മിച്ചു, ജീവിച്ചു. ഓക്കെ, ഇനി നമ്മൾ അടുത്ത പാഠത്തിൻ്റെ ചോദ്യോത്തര സെഷനിലേക്ക് പോവാം. നോക്കുക, ഇവിടെ ഇത് ഒരുപക്ഷെ എന്തിനു വരാം? നമ്മളോട് മലയാളം എഴുതാൻ വരാം. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു സ്വഹാബിയുൻ. എന്താർത്ഥം? അലി റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്. സൗജത്തുഹു ഫാത്തിമത്തു സുഹ്റ, അവിടുത്തെ ഭാര്യ ഫാത്തിമ ബീവിയാണ്. ഉമ്മുഹു ഫാത്തിമ, അവിടുത്തെ ഉമ്മ ഫാത്തിമയാണ്. ഹിയ ബിന്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആര്? ഫാത്തിമ ബീവി അഥവാ ഭാര്യ ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകളാണ്. ഇനി നോക്കാം, ഇത് ജദീദത്തുൻ സഗീറുൻ അത്അമു അൽ ബിന്തു. ഇവിടെ എന്തൊക്കെയുണ്ട്? അത്തിഫ്ലു ജാലിസത്തുൻ ലദീദത്തുൻ അസയ്യാറത്തു. പിന്നെ ഇതിൻ്റെ അർത്ഥം അറിയുന്നവർക്ക് പിന്നെ പെട്ടെന്ന് എഴുതാൻ കഴിയും. അർത്ഥം അറിയാത്തവർക്കുള്ള ട്രീക്കാണ് ഞാൻ പറയണത്. തുടക്കത്തിൽ അലിഫും ലാമും വരുന്ന വാക്കുകളുണ്ടല്ലോ, അലിഫും ലാമും വരുന്ന വാക്കുകൾ അതൊരിക്കലും എന്താകൂല, രണ്ടാമത്തെ ആയിട്ട് വരില്ല. ഇവിടെ ഒന്നാമത്തെ രണ്ടാമത്തെ എഴുതാനുള്ളത്, രണ്ടാമത്തെ നിങ്ങൾ ഒന്നാമത്തെ എഴുതാനുള്ളത് അല്ലെ. ഇവിടെ ആണെങ്കിലോ, ഇവിടെ ഒന്നാമത്തെ എഴുതുന്നുണ്ട്, രണ്ടാമത്താണ് എഴുതാനുള്ളത് അല്ലേ. അപ്പം നിങ്ങൾ നോക്കിക്കോളി, അലിഫും ലാമും തുടക്കത്തിൽ വരുന്ന ഒരു വാക്കും എവിടെ വരൂല? ഈ സൈഡിൽ വരാൻ പറ്റൂല, ഇവിടെ വരാൻ പറ്റൂല. അതായത് രണ്ടാമതായിട്ട് അലിഫും ലാമും വരുന്ന വാക്ക് രണ്ടാമതായിട്ട് വരാൻ പാടില്ല, അത് ഫസ്റ്റിൽ മാത്രമേ വരാൻ പാടുള്ളൂ. അപ്പോൾ ഇത് രണ്ടും ഇങ്ങോട്ടാണ് തീരുമാനിച്ചു. ഇനി ഇതിലേത് വേണമെന്ന് നമ്മൾ തീരുമാനിക്കണം. നോക്കുക, ഇവിടെ താ ഉള്ളത് ഏതിനിക്കാണ്? ഇവിടെ താ ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ താ ഉള്ള ഇത് രണ്ടെണ്ണത്തിൽ ഏതിലാ താ ഉള്ളത്? ഇതിനാണ്. അപ്പോൾ അതിങ്ങോട്ട് എഴുതാം. മനസ്സിലായോ? അപ്പോൾ അസ്സയ്യാറത്തു ജദീദത്തുൻ, ട്രിക്ക് മനസ്സിലായല്ലോ. അസ്സയ്യാറത്തു ജദീദത്തുൻ, അത്തിഫ്ലു സഗീർ. ഇനി അർത്ഥം നോക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ, കാറ് പുതിയതാണ്, കുട്ടി ചെറുതാണെന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ അർത്ഥം നോക്കുക. ഇനി ഇത് രണ്ടും ഉള്ളത് അല്ലേ. ഇനി ഇവിടെ താ ഉണ്ടോ? ഇതിൽ താ ഉള്ള ഒന്നുണ്ട്, ഇതിൽ താ ഉണ്ടോ? ഇല്ല. ഈ താ ഉണ്ട് നിങ്ങൾ കൂട്ടും, പക്ഷേ ഈ താ നമ്മൾ കൂട്ടൂല. ഏത് താ കൂട്ടുക? ഇങ്ങനത്തെ നമ്മളെ ഈ താ കൂട്ടുക. അപ്പോൾ ഇവിടെ താ ഇല്ല. പക്ഷേ ഇതിൻ്റെ അർത്ഥം നമുക്കറിയാം, ബിന്തുറ മോളാണ്. അപ്പം ഇതിലേതായിരിക്കും പെണ്ണ്? ജാലിസത്തുൻ. അപ്പോൾ ബിന്ദു ജാലിസത്തുൻ, അത്അമു ലദീദുൻ. ഓക്കെ,
ഇതൊക്കെ ട്രിക്കുകൾ മാത്രം കേട്ടോ. അൽ ബുസ്താനു ജമീലു എന്താ അർത്ഥം? പൂന്തോട്ടം ഭംഗിയുള്ളതാണ്. അൽ കിതാബു ജദീദുൻ പുസ്തകം എന്താണ്? പുതിയതാണ്. ഖലീഫത്തുൻ ഖുലഫ അങ്ങനെ പഠിക്കുക. ഖലീഫത്തുൻ ഖുലഫ, ഖലീഫത്തുൻ ഖുലഫ. ഒരുപക്ഷെ ഇത് തന്നെ ഇത് എഴുതാനും പറയും, ഇത് തന്നെ ഇത് എഴുതാനും, രണ്ടും നിങ്ങൾ പഠിക്കാം. ഖലീഫത്ത് ഖുലഫ. തിഫ്ല് അത്ഫാൽ, തിഫ്ല് അത്ഫാൽ, തിഫ്ല് അത്ഫാൽ. അടുത്തെന്താണ്? വദക്കറ ഇസ്മ റബ്ബിഹി ഫസല്ല. എന്താ നമ്മളോട് പറയുന്നത്? ഇസ്മിയായ ജുംല അതിൻ്റെ താഴെ അടിവരടാനാണ് അല്ലേ? അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ വദക്കറ ഞാൻ പറഞ്ഞു ദക്കറ അതാണ് മൂന്നെണ്ണത്തിന് ഫതഹാണ്. അപ്പോൾ ഇസ്മിയ ജുംല അല്ല. ബൽ തുസിറൂന എന്താണ്? യഫ്അലൂന. അപ്പോൾ ഏതാണ്? ഫീലിയാണ്. വൽ ആഖിറതു ഖൈറുൻ വ അബ്ഖാ ഇതാണ് ഇസ്മിയ ജുംല. ഓക്കെ, അടുത്ത് അർത്ഥം പഠിക്കുക. അമ്മ ബിദർവ്യൻ, അമ്മ ബിദർവ്യൻ, അമ്മ ബിദർവ്യൻ. സയ്യിദ് നേതാവ്, സയ്യിദ് നേതാവ്. ഷബാബ് യുവാക്കൾ, ഷബാബ് യുവാക്കൾ. തിഫ്ല് കുട്ടി, തിഫ്ല് കുട്ടിയൊക്കെ എല്ലാവർക്കും അറിയാറ്. അടുത്ത നമ്മൾ എന്താണ്? അടുത്ത പാഠത്തിൻ്റെ ചോദ്യോത്തരത്തിലേക്ക് പോവാണ്. ഒന്നാമത്തെ ഇത് അർത്ഥം നോട്ട് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഭാഗം. ഖറജ തിഫ്ലിൻ ബഗ്ദാദ എന്താ അർത്ഥം? കുട്ടി ബഗ്ദാദിലേക്ക് പുറപ്പെട്ടു. അഅതതുഹു ഉമ്മുഹു 40 ദീനാറ ഉമ്മ 40 ദീനാർ നൽകി. സാഫർ ഇത് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മലയാളം തന്നിട്ട് അറബി എഴുതാനോ അറബി എന്നിട്ട് മലയാളം എഴുതാനോ വരുന്ന ഭാഗമാണിത്. സാഫർ തിഫ്ലു മഅ ഖാഫിലത്തിൻ എന്താ? കുട്ടി യാത്രാ സംഘത്തോടൊപ്പം പുറപ്പെട്ടു, യാത്ര പോയി. അഹദ ജമാഅത്തും മിനൽ ലുസൂസി അൽ ഖാഫില യാത്രാ സംഘത്തെ കള്ളന്മാരുടെ ഒരു വിഭാഗം പിടികൂടി. അടുത്ത് നോക്കാം. ഖറ അൽ വലതു കുട്ടി വായിച്ചു. ഖറജ കിതാബ് തിഫ്ലുണ്ട്. പിന്നെ ഇവിടെ എന്തൊക്കെയുള്ളത്? ഇത് ഫിഅലാണ്, ഇത് ഇസ്മാണ്, ഇത് ഇസ്മാണ്. ബക്ക ഡാഷ് ഫില്ലൈലി അൽ ഔലാദു ഇലൽ മദ്രസത്തി അങ്ങനെയല്ല ഉള്ളത്. ട്രിക്ക് പറഞ്ഞുതരാം, നോക്കിക്കോ. ഇവിടെ കുട്ടി വായിച്ചു, ഇനി എന്ത് വായിച്ചു എന്നാണ് കിട്ടേണ്ടത്. അപ്പോൾ ഇവിടെ എഴുതാൻ പോകുന്ന വാക്കിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് ഫതഹ ആയിരിക്കും. അങ്ങനെ ട്രിക്ക് ഉണ്ട്, മനസ്സിലായോ? അതായത് ഇവിടെ ഒരു ഫീല് വന്നു, ആരാണ് ഒരു പ്രവൃത്തി, അത് ആരാണ് ചെയ്തതെന്ന് വന്നു. ഇനി എന്താ ഉണ്ടാവുക? എന്ത് ചെയ്തു. അപ്പോൾ അവിടെ ഇവിടെ ഈ അവസാനത്തെ വാക്കിൻ്റെ അവസാനത്തിൽ എന്തുണ്ടാവും? ഫതഹ ഉണ്ടാവും. അപ്പോൾ ഇതിൽ വാക്കിൻ്റെ അവസാനത്തിൽ ഫതഹകൾ ഏതാ? ഇതുമുണ്ട്, ഇതുമുണ്ട്. പക്ഷേ ഇത് പറ്റൂല, ഇത് നമുക്കറിയാം, ഇത് ഫെയിലാണ്, ഇത് ഫെയിലാണ്. ഫീല് തുടക്കത്തിലാണ് വരിക, ഇവിടെ ഫീല് വരൂല. അപ്പോൾ പിന്നെ ഏതായിരിക്കും? അൽ കിതാബ. ഇനി അർത്ഥം വെച്ചു, കുട്ടി വായിച്ചു. എന്ത് വായിച്ചു? കിതാബ് വായിച്ചു. ഓക്കെ, അടുത്ത ബക്ക ഫില്ലൈലി. ബക്ക എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടിട്ട് തോന്നുന്നുണ്ട് ഫീലാണ് അല്ലേ? ഫില്ലൈലി. അപ്പോൾ രാത്രി കരഞ്ഞു എന്നാണ്. ആര് കരഞ്ഞു? കുട്ടി കരഞ്ഞു എന്നാണ്. അപ്പോൾ അത്തിഫ്ലു. അപ്പോൾ അർത്ഥം നോക്കിയിട്ട് അങ്ങനെ കിട്ടും. ഇനി അർത്ഥം അറിയാത്ത കുട്ടികൾ എന്താ ചെയ്യേണ്ടത് അറിയോ? ഇവിടെ ഇതൊരു പ്രവൃത്തിയാണല്ലോ, ഫീലാണ്, ഇത് ഫീലാണ്. ഫീല് വന്നാൽ അതിൻ്റെ തൊട്ടപ്പുറത്ത് വരേണ്ടത് അവസാനത്തെ അക്ഷരത്തിന് ലമ്മുള്ള വാക്കായിരിക്കും. അപ്പോൾ ഇതിലേത് അവസാനത്തെ അക്ഷരത്തിന് ലമ്മുള്ളത്? തിഫ്ലാണ്. അപ്പോൾ തിഫ്ല അങ്ങോട്ട് ചെയ്തിട്ടുണ്ട്. മനസ്സിലായല്ലോ? അടുത്ത് ഇനി ബാക്കി ഒന്നുള്ള അൽ ഔലാദു ഇലൽ മദ്രസത്തി ഖറജൽ ഔലാദു ഇൽ മദ്രസത്തി. അർത്ഥം നോക്കിക്കോ. ഖറജ പുറപ്പെട്ടു, അജാബ ഉത്തരം നൽകി, സഅല ചോദിച്ചു, ബക്ക കരഞ്ഞു, ബക്ക കരഞ്ഞു, ബക്ക കരഞ്ഞു. അടുത്ത് നുറത്തിബുൽ കലിമാതി കമാഫിൻ നമൂദജ് അതായത് ഓർഡർ തെറ്റിച്ചു കൊടുത്ത്, ഡിസോർഡർ ആക്കി കൊടുത്ത് ഓർഡർ ആക്കാനാണ്. അസബൂറത്തി നളറ ഇല അലോദ് അല്ലേ? നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് തുടക്കത്തിൽ ഒന്നില്ലെങ്കിൽ ഫീല് കൊടുക്കുക, അല്ലെങ്കിൽ ഇസ്മ കൊടുക്കുക. അപ്പോൾ ഇവിടെ ഒരു ഫീൽ ഉണ്ടോ നോക്കുക ആദ്യം. ഫീൽ ഉണ്ടോ? ഉണ്ട്, നളറ ഉണ്ട്. അപ്പോൾ നളറ ആദ്യത്തെ നളറ, ഇതിന് 1-ാം സ്ഥാനം കൊടുക്കുക. 1 ഫസ്റ്റ് അത് കൊടുക്കുക. പിന്നെ ഇനി രണ്ടാമത്തെ ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ, ഇനി അവസാനത്തിന് ദമ്മുള്ള വാക്ക് രണ്ടാമത് കൊടുക്കുക. അവസാനത്തിൽ ദമ്മുള്ള ഇതിനുണ്ടോ? ഇല്ല. ഇതിനുണ്ടോ? ഇല്ല. ഇതിനുണ്ട്. അപ്പോൾ നളറൽ ഔലാദു ഇതിന് 2 കൊടുക്കുക. നളറൽ ഔലാദു. പിന്നെ ഇല സബൂറത്തി. ഇനി നോക്കുക, അങ്ങനെ നിങ്ങൾ പറയും അൽ മദ്രസത്തി അൽ ബനാത്തു ഇല ബസലത്ത്. ഇതിൽ ആദ്യം ഫീൽ നിങ്ങൾ കണ്ടെത്തുക. ഫീല് എവിടെ? ഇതിൽ ഫീല് ഞാൻ പറഞ്ഞിട്ട് ഫീലിൻ്റെ അടയാളം എന്താ? ഒരേപോലെ ഫതഹ് വരുന്നത്. ഇതിലേതോ ഒരേപോലെ ഫതഹ് വരുന്നത്? മാക്സിമം ഫതഹ് വരുന്നത് ഏതിലാണ്? ഇതിലാണ്. വാസല അല്ലേ? അപ്പോൾ ഇതാണ് ഫീല്. അപ്പോൾ ഇത് ഫസ്റ്റ് കൊടുക്കുക. പിന്നെ ഞാൻ പറഞ്ഞെന്താ? ഫീല് ഫസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ തൊട്ടടുത്ത വാക്കിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് ലമ്മ് വേണം. ഇതിന് ലമ്മുണ്ടോ? ഇല്ല. ഇതിന് ലമ്മുണ്ടോ? ഉണ്ട്. അവസാനത്തെ അക്ഷരത്തിന് ലമ്മുണ്ട് ഇല്ലേ? അപ്പോൾ ഇത് കൊടുക്കുക. അപ്പോൾ വസലത്ത് 1-ാം സ്ഥാനം, ബനാത്ത് 2-ാം സ്ഥാനം. അപ്പോൾ വസലത്തിൽ ബനാത്തു പെൺകുട്ടികൾ എത്തിച്ചേർന്നു. ഇലൽ മദ്രസത്തി ആദ്യം 3 ഇല 4 മദ്രസ. അടുത്ത അദ്ദാരിസൂന കതബ അദ്ദർസ. നിങ്ങൾ പറയും ഫസ്റ്റ് ഇത് അല്ലേ? കതബ ദാരിസൂന അദ്ദർസ. വെരി സെറ്റ്.
ദീനാറ് ദനാനീർ, ദീനാറ് ദനാനീർ, ദീനാറ് ദനാനീർ പഠിക്കുക. ലിസ്ലുസൂസ്, ലിസ്ലുസൂസ്, ലിസ്ലുസൂസ്. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ. എന്താണ് ഫീലിയ ജുംല ഉണ്ട് ഇതിൽ? ലൈലത്തുൽ ഖദ്രി ഖൈറും ഇല്ല. തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ. ഫീലിയ ജുംല ഉണ്ടോ? ഇതാ തനസ്സലു അല്ലേ, ഫീലാണ്. അർത്ഥം പഠിക്കുക. ഖറജ പുറപ്പെട്ടു, യത്ലുബു തേടുന്നു, അഅത നൽകി, ദീനാറുൻ ഒരു സ്വർണ്ണ നാണയം, സാഫറ യാത്ര പോയി, കാഫിലത്തുൻ യാത്രാ സംഘം, അഖദ പിടിച്ചു, ലിസ്സു കള്ളൻ, വന്ന വിചാരിച്ചു, അഖറജ പുറത്തെടുത്തു, ഖമല അല പ്രേരിപ്പിച്ചു, ഔസ വസിയത്ത് ചെയ്തു, ബക കരഞ്ഞു, ഖാഫ യഖാഫു പേടിച്ചു, അസ യസി ധിക്കരിച്ചു. ഞാൻ പാട്ടായി പാടി കേട്ടോ. അടുത്ത നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് ചാപ്റ്റർ നോക്കാം. മൽ ഇസ്മു പേരെന്താണ്? കൈഫനു തർജിമു എങ്ങനെ പരിഭാഷപ്പെടുത്താം? മനിൽ ഫായിസു ഹു ഇസ് ദ വിന്നർ ആരാണ് വിജയ്? ബി ഐ ഇസ്മിൻ ഇഷ്തഹറ ഹാദ സയ്യിദ് ഈ തങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? മൻ മാമത ഐന കൈഫ കം അയ്യ്, മൻ മാമത ഐന കൈഫ കം അയ്യ്. മൻ പറഞ്ഞാൽ എന്താണ്? ആര് ആര് ആര്. മ എന്ന് പറഞ്ഞാൽ എന്ത് എന്ത് എന്ത്. മത എപ്പോൾ എപ്പോൾ എപ്പോൾ. ഐന എവിടെ എവിടെ എവിടെ. കൈഫ എങ്ങനെ എങ്ങനെ എങ്ങനെ. കം എത്ര എത്ര എത്ര. അയ്യ് ഏത് ഏത് ഏത്. അപ്പോൾ ഇത് അർത്ഥം നോട്ട് ചെയ്യണം. കാരണം എന്താ പറയുക, ഇത് നിങ്ങൾക്ക് പൂരിപ്പിക്കാൻ വന്നാൽ നിങ്ങൾ ആരും എന്താകരുത് ഡൗട്ടായിരിക്കും. യാസിർ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. യാസിർ മസ്മുക്ക എന്നാണ് കൊടുക്കേണ്ടത് അല്ലേ? നിൻ്റെ പേരെന്താണ്? ഇവിടെ ഇസ്മുക്ക എന്നുണ്ട്. അപ്പോൾ മസ്മുക്ക നിൻ്റെ പേരെന്താണ്? ഇസ്മി ഷാക്കിർ എൻ്റെ പേര് ഷാക്കിറാണ്. അപ്പോൾ നിങ്ങളോട് ഇത് തന്നിട്ട് ഇത് എഴുതാൻ പറഞ്ഞാൽ ഇവിടെ ഇസ്മി ഷാക്കിർ ഉണ്ടെങ്കിൽ ഇവിടെ എന്തെങ്കിലും എന്താ കൊടുക്കേണ്ടത്? ഉറപ്പായിട്ടും മസ്മുക്ക എന്നാണ് കൊടുക്കേണ്ടത്. അടുത്ത ബൈത്തുക്ക എന്നുണ്ട്, ബൈത്തി കുർബൽ മസ്ജിദി എന്നുണ്ട്. അപ്പോൾ എന്താണ് വീട് എവിടെയെന്നായിരിക്കും ചോദിക്കുക. എവിടെ എന്നുള്ളതിൻ്റെ അറബി എന്താ? ഐന ഐന എവിടെ എവിടെ. അപ്പോൾ ഐന ബൈത്തു, ബൈത്തി കുർബൽ പള്ളീൻ്റെ അടുത്താണ്. ഉളുവൻ ഫി ഉസ്റത്തിക്ക, ഉളുവൻ ഫി ഉസ്റത്തിക്ക. അപ്പോൾ ഹംസത്തു ആള, ഹംസത്തു ആള. അപ്പോൾ 5 എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്ത് മനസ്സിലായി? 5 ആളാണ്. അപ്പോൾ എത്ര ആളെന്ന് ചോദിക്കണം, എത്ര എന്ന് ചോദിക്കണം, എത്ര. അപ്പോൾ എന്താണ്? കം ഉളുവൻ. അടുത്ത് ആന അവാബി ഉമ്മി വഹുത്തി എന്നാണ് പറയുന്നത്. അപ്പോൾ ഹും എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഇനി ബാക്കിയുള്ള ആരാ? മൻ. മൻ ഹും ആരാണ് അവരൊക്കെ. അപ്പം ഞാൻ ഉപ്പ ഉമ്മ സഹോദരൻ സഹോദരി എന്ന് പറയുന്നുണ്ട്. അടുത്ത് നോക്കാം മുസാബഖത്തുൻ. മുസാബഖത്തുൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മത്സരം. മുസാബഖ കേട്ടില്ല നിങ്ങൾ? മുസാബഖ മത്സരം. ഫായിസുൻ വിജയ്. ബദഅ തുടങ്ങി, ഇൻതഹ അവസാനിച്ചു. നഖറുൽ ആയാത്തി താലിയ വനക്തശു മിൻ അദവാത്തിൽ ഇസ്തിഫാമി വനഖ്തു തഹ്തഹ. ഇതിൽ നമ്മൾ ഈ പഠിക്കുന്ന ഈ വാക്കുകൾ ഉണ്ടോ എന്ന് നോക്കാനാണ് പറയുന്നത്. ഖുൽ മൻ യർസുഖുകും മിനസ് സമാഇ വൽ അർള്. ആരാ ഇതിലുണ്ടോ? ഈ പറഞ്ഞ മന്നോ മായോ മത്ത കൈന ഏതെങ്കിലും ഉണ്ടോ? ഉണ്ട് ഇതല്ലേ മൻ. അപ്പോൾ ഇത് അടിവരുടെ. ഫഅൈന തദ്ഹബൂൻ ഐന അല്ലേ. വമാ തിൽക ബിയമീനിക യാ മൂസ. മാ തിൽക. റബ്ബി അരിനി കൈഫ തുഹ്യിൽ മൗത. കൈഫ അല്ലേ. വയഖൂലൂന മതാ ഹാദൽ വഅദ് ഇൻ കുൻതും സാദിഖീൻ. മതാ. വഖാല കം ലബിസ. കം കം. ഫഅയ്യുൽ ഫരീഖൈനി അഹഖു ബിൽ അംൻ. അയ്യ്. ഇതൊന്നും പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയില്ല. വളരെ സിമ്പിൾ ചോദ്യങ്ങളല്ലേ, വരാൻ സാധ്യതയില്ല. അടുത്ത ജറ നടന്നു. ഫസ്ലുൻ ക്ലാസ്. ഫസ്ൽ എന്ന് പറയുന്നത് ക്ലാസ് കേട്ടോ. മുസാബക്ക മത്സരം. മുസാബക്കത്തുൽ ഇഖ്തിബാർ എന്ന ക്വിസ് മത്സരം. ക്വിസ് മത്സരം. ജംഇയ്യ സംഘടന. വഅദ വാഗ്ദാനം ചെയ്തു. ജായിസത്തുൻ സമ്മ. ഇതെന്താ ചെയ്യുക? ഇതിങ്ങനെ പഠിക്കുക, വേറൊരു നിർവാഹമല്ല. റുത്തുബ സ്ഥാനം. അലാമത്ത് മാർക്ക്. ബദഅ യബ്ദഉ തുടങ്ങി. ഉസ്സിസ സ്ഥാപിതമായി. റഈസ് പ്രസിഡന്റ്. ഉളുവൻ അഅ്ള അംഗം. ഇൻതഹ അവസാനിച്ചു. ഫായിസ വിജയി. ഉഹന്നിഉ ഞാൻ അഭിനന്ദിക്കുന്നു. നജാ വിജയം. അപ്പോൾ ഈ പാഠം നമ്മൾ കഴിഞ്ഞു. അപ്പോൾ എല്ലാ ഭാഗവും കഴിഞ്ഞു. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഓരോ പാഠത്തിൻ്റെ തുടക്കത്തിലെ 1-2 വരികൾ അർത്ഥം വെച്ച് പഠിക്കുക. കാരണം എന്താണ്? ഒരു പക്ഷേ എന്താകും മലയാളം എഴുതാനേ വരാൻ സാധ്യതയുണ്ട്. ജറാഫിൽ ഫസ്ലി മുസാബക്കത്തുൽ ഇഖ്തിബാരി ഫി അൻ ജംഇയ്യത്തി സമസ്ത. എന്താ അർത്ഥം? ക്ലാസ്സിൽ എന്ത് ചെയ്തു? ക്വിസ് കോമ്പറ്റീഷൻ നടന്നു. അൻ ജംഇയ്യത്തി സമസ്ത സമസ്തയെ സംബന്ധിച്ച്. അതുപോലെ അടുത്ത പാഠത്തിൽ ഖറജ തിഫ്ലു ഇല ബഗ്ദാദ യത്ലുബുൽ ഇൽമ. എന്താ അർത്ഥം? ഇൽമ തേടിക്കൊണ്ട്, അറിവ് തേടിക്കൊണ്ട് ബഗ്ദാദിലേക്ക് കുട്ടി പുറപ്പെട്ടു. ആത്തത്തുഹുമു 40 ദീനാറ. ഉമ്മ എന്ത് ചെയ്തു? 40 ദീനാർ കുട്ടിക്ക് കൊടുത്തു. പിന്നെ അലി ഇബ്നു അബി ത്വലബ് സഹാബിയും ജലീൽ. എന്താ അർത്ഥം? അലി റളിയല്ലാഹു അൻഹു മഹാനായ സ്വഹാബിയാണ്. ഹുവ റാബിഉൽ ഖുലഫാഇർ റാഷിദീൻ. ഖുലഫാഉർ റാഷിദീങ്ങളിലെ 4ാമത്തെ ആളാണ്.
അബൂഹു അബൂ താലിബ്, അവിടുത്തെ ഉപ്പ അബൂ താലിബാണ്. അമ്മു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവ്യനാണ്. ഉമ്മുഹു ഫാത്തിമ ബിന്ദു അസദ്, അവരുടെ ഉമ്മ ഫാത്തിമ ബിന്ദു അസദാണ് റളിയല്ലാഹു അൻഹ. അങ്ങനെ അടുത്ത പാഠത്തിൽ ദഅ റസൂലുള്ളാഹി, ഇത് വളരെ പ്രധാനമുണ്ട്, വരാൻ സാധ്യതയുണ്ട്. ദഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നാസ ഇലൽ ഇസ്ലാം. എന്താർത്ഥം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. ഫി മക്ക, മക്കയിൽ. ഫാദിബൽ മുശ്രിക്കു, എന്താർത്ഥം? മുശ്രിക്കീങ്ങൾ ദേഷ്യം പിടിച്ചു. ആദൗ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സ്വഹാബത്തിനെയും ദേഷ്യം പിടിപ്പിച്ചു. ഓക്കെ, അപ്പോൾ ഇൻഷാ അല്ലാഹ് പിന്നെ ഇതിലെ പാരഗ്രാഫ് തന്നിട്ട് ഇസ്മു ഫീൽ ഹർഫൊക്കെ എഴുതാനുണ്ടാവും. ഏതായാലും എല്ലാവരും